ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 വർഷം മുമ്പ് ഞാൻ ഈ ഒരു റെസിപ്പി യൂട്യൂബ് ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേര് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ സെയിം റെസിപ്പി ഞാൻ ഇന്നിപ്പോൾ വോയിസ് ഓവറൊക്കെ ഇട്ടൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സദ്യ സ്റ്റൈൽ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജും 3 ക്യാരറ്റും ഒരു പിടിയോളം ബീൻസും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും കൊത്തിയരിഞ്ഞെടുക്കുക. ബീൻസ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പരമാവധി അതിൻ്റെ കുരു ഒന്ന് കളയാനായിട്ട് നോക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്നില്ല, ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്താലും മതി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറുജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയുള്ളി മൂപ്പിച്ചാണ് ചേർക്കുന്നത്, അതുകൊണ്ട് പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ക്യാബേജ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു പകുതി വെന്ത പോലെ ആകണം കേട്ടോ. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ വേവിച്ചെടുത്താലേ ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസിൻ്റെ കളറും മാറിപ്പോവും, ടേസ്റ്റും മാറിപ്പോവും കേട്ടോ. ഞാനിവിടെ ഒരു വാഴയിലയും കൂടി വെച്ചിട്ടാണ് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊരുപാടങ്ങ് വെന്ത് കുഴഞ്ഞ് പോകരുത് കേട്ടോ. ഇതുപോലെ നല്ല ഉതിർന്നിരിക്കണം. നല്ല ക്രഞ്ചി ആയിട്ട് ഓരോന്നിങ്ങനെ വിട്ടിരുന്നാലാണ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടാവും. സദ്യാ വിഭവങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു തോരനായിരിക്കും. എപ്പോഴും ക്യാബേജ് മാത്രം എടുത്ത് തോരൻ വെക്കാതെ ഇതുപോലെ ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്തിട്ടൊന്ന് തോരൻ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.